ഇന്നത്തെ എൻ്റെ വിഭവം അടിപൊളി പാലക്കാട് ഒരു സ്പെഷ്യൽ കൂട്ടാനാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് കൂട്ടാൻ ഉണ്ടാക്കുകയെന്ന് കണ്ടുവരാം. അപ്പോൾ ഇതാ ഞാനൊരു പപ്പടം കൂടി കൂട്ടി കുഴക്കുകയാണ് കേട്ടോ. പപ്പടം കൂട്ടി കുഴയ്ക്കുമ്പോഴാണ് ഈ കൂട്ടാനൊരു സ്വാദ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ഞാൻ കഴിക്കുകയാണേ, വേഗം കഴിക്കാം. ഉപ്പിട്ടത് നമസ്കാരം, എല്ലാവർക്കും മത്തിമാസ് പള്ളിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ 2026 ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. 2025 ഞാൻ 2 മാസമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്ക് കാരണം എനിക്ക് വീഡിയോ ചെയ്യണോ ജോലി ചെയ്യണോ എന്ന് അറിയാണ്ടൊരവസ്ഥയായിപ്പോയി. അതാണ് ഉണ്ടായത്. അപ്പം ഞാൻ വിചാരിച്ചു 26 ഞാൻ എന്തായാലും ഇത് വിടില്ല, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ആഴ്ചയിൽ ഒരു 2 വീഡിയോ എങ്ങനെയെങ്കിലും ചെയ്യണം എന്നൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു വിചാരം. അപ്പോൾ ഞാൻ മാക്സിമം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന ദിവസം ഇന്ന വീഡിയോ, ഇന്ന ദിവസം ഇന്ന വീഡിയോ എന്നൊക്കെ ഞാൻ എഴുതി നല്ല പ്ലാൻ ചെയ്തിട്ടാണ് പോണത്. അപ്പോൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി പാലക്കാട് ഊണാണ് കേട്ടോ. പാലക്കാട് സ്പെഷ്യൽ ഒരു കൂട്ടാനാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ട സംഭവങ്ങളാണ് ഇത് അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. മത്തങ്ങ, തക്കാളി, കറിവേപ്പിൻ്റെ ഇല, പച്ചമുളക്, ഇത്രയും സംഭവം. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയാണ് ഈ ഒരു കൂട്ടാൻ കൂടുതൽ നന്നാവുക സവാളയെക്കാളും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഇത് വേവാൻ വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഈ കൂട്ടാൻ ഉണ്ടാക്കുന്നത്. കുക്കറൊന്നും ആവശ്യമില്ലല്ലോ, കാരണം എല്ലാം പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സംഭവങ്ങൾ തന്നെയല്ലേ. അതിലേക്ക് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നേരെ ഇതെടുത്തിട്ട് അടുപ്പത്തേക്ക് വെക്കാം. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ, പെട്ടെന്നൊന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതവിടെ കിടന്ന് വേവുന്നത് വരയ്ക്കും നമുക്ക് വേറെ കുറച്ച് പണിയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളികേരവും ജീരകവും മാത്രം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. വേറെ ഒന്നും നമ്മളിതിൽ മുളകോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. അത് അരച്ചതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് പുളിഞ്ഞയും കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ തക്കാളി ഓൾറെഡി ചേർത്തത് കൊണ്ടാണ് ഇത്ര കുറച്ച് പുളിഞ്ഞെടുത്തത് കേട്ടോ. അതല്ല തക്കാളി ചേർത്തിട്ടില്ല വെച്ചാൽ നിങ്ങൾക്കത് എന്താ പറയുക, കുറച്ചും കൂടി അധികം പുളിഞ്ഞ എടുക്കാം. പക്ഷേ ഞാനിവിടെ കുറച്ച് പുളിഞ്ഞെടുത്തിട്ടുള്ളൂ, കാരണം തക്കാളി ഒരെണ്ണ ഞാൻ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട്. അപ്പം നമ്മൾ ഈ ഒരു കഷ്ണം കുറച്ച് വെന്തു എന്ന് കണ്ടപ്പോൾ നമ്മൾ എടുത്തു വെച്ച ആ പുളിവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ പുളിവെള്ളം നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച അരപ്പില്ലേ, ആ അരപ്പും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കരണ്ടിയിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്, മുളക്, കറിവേപ്പിൻ്റെ ഇല സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു സംഭവമാണ് മുളക് പൊടി. യെസ്, കാശ്മീരി ചില്ലിയോ സാധാ മുളക് പൊടിയോ ഏത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അതും കൂടി നമ്മൾ ഈ ഒരു കൂട്ടാനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറച്ച് കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ, നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട്. അത് കഴിഞ്ഞ് അത് അടച്ച് അവിടെ ഇരുന്നോട്ടെ. ഉണ്ണാറാവുമ്പോൾ നമുക്ക് തുറക്കാം. അപ്പം നമുക്കിനി ഉണ്ണാട്ടോ. പ്ലേറ്റ് എടുത്തു, അതിലേക്ക് ഇന്നത്തെ സ്പെഷ്യൽ കൂർക്കപ്പേരി ഇട്ട് കൊടുക്കണം കേട്ടോ. കൂർക്കപ്പേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് ഉപ്പിലിട്ടത് വെച്ച് കൊടുത്തു, 2 പപ്പടം വെച്ച് കൊടുത്തു, കാരണം ഈ കൂട്ടാനും പപ്പടം നല്ല സ്വാദാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ചോറ് വിളമ്പാം. അങ്ങനെ ചോറൊക്കെ വിളമ്പി ഇനി നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ കൂട്ടാൻ വിളമ്പാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തൈര് ഒഴിക്കാം, കുറച്ച് ഉപ്പ് ഇടാം. അപ്പോൾ ഇതാ നമ്മളുടെ കൂട്ടാനും തൈരും ഉപ്പും കൂടിയിട്ട് ഞാൻ കൂട്ടി കുഴക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു പപ്പടം കൂടി കൂട്ടി കുഴക്കുകയാണ് കേട്ടോ. പപ്പടം കൂട്ടി കുഴയ്ക്കുമ്പോഴാണ് ഈ കൂട്ടാനൊരു സ്വാദ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കുകയാണേ, വേഗം കഴിക്കാം. ഉപ്പിട്ടത് വാങ്ങി ഉപ്പിട്ടതാ കേട്ടോ. അടിപൊളി, സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. ഇനി കൂർക്കപ്പേരി. സൂപ്പർ കൂർക്കപ്പേരി. എനിക്ക് കൂർക്കപ്പേരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെറും ചോറും തൈരും പപ്പടവും കൂർക്കപ്പേരി ഉണ്ടെങ്കിൽ തന്നെ
അടിപൊളിയായിട്ട് ഞാൻ ഊണ് കഴിക്കും. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഊണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കൂട്ടാൻ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ ഈ ഒരു വിഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ. എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം. അതുവരെയ്ക്കും ടാറ്റാ, ബൈ.